ബിജെപിക്കെതിരെ നിങ്ങൾക്ക് ഷാർപ്പായ മുനയില്ല. ഈ വരുന്ന ആശാ വർക്കർമാരെന്ന് പറയുന്നതിന്റെ CITUക്കാര് നിയമിച്ചിരിക്കുന്ന ആശാ വർക്കർമാരാണ് കേരളത്തിലെ പകുതിയിലേറെയും. അവർ മുഴുവൻ ഈ സമരപ്പന്തലിലാണ്. ഇന്നലെ AG's ഓഫീസിന്റെ മുന്നിൽ നടന്ന സമരപരിപാടിയിൽ ഒരു ആശാ വർക്കറും ഇല്ലായിരുന്നു. നിങ്ങൾ മാധ്യമങ്ങൾ കണ്ടല്ലേ? അംഗൻവാടിക്കാരും തൊഴിലുറപ്പുകാരും മഹിളാ സംഘത്തിൻ്റെ ആളുകളും വന്ന് നിൽക്കുന്നു എന്ന് അവർ സ്വയം പറഞ്ഞല്ലേ? എന്ത് ചെയ്യും അവരുടെ ആശാ വർക്കർമാർ? അവരെവിടെ പോയി? CITUവിൻ്റെ ആശാ വർക്കർമാർ കേരളത്തിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ബദൽ സമരം നടത്തിയല്ലേ, എതിർ സമരം. എവിടെ കാണുന്നു ആശാ വർക്കർമാർ? നാണം കെട്ടിരിക്കുകയല്ലേ. നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? സർക്കാരിന്റെ പ്രതിയായി ഇവിടെ അഡ്വക്കേറ്റ് അരുൺകുമാറുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു ജനറൽ പബ്ലിക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന പരിഹാരം ഉണ്ടാക്കാനുള്ള പരമമായ ബാധ്യത കേന്ദ്ര സർക്കാരിനാണ്. ഇവിടെ നിങ്ങൾ ഇവിടെ വലിയ തോതിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ നമുക്ക് തരാനുള്ള പണം പോലും തടഞ്ഞു വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് തരാനുള്ള 100 കോടി പോലും തടഞ്ഞു വെച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാർ സമരം ആദ്യം ഫോക്കസ് ആർക്കെതിരെ വേണമെന്ന് ന്യായമായ സംശയം ജനങ്ങൾക്കുണ്ടാവും. ആ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ CITUമായിട്ട് വഴക്കുണ്ടാക്കേണ്ട, അത് വേറെ കാര്യമാണ്, അതിനവർ ഉത്തരം പറഞ്ഞോളൂ. പക്ഷെ നിങ്ങളുടെ സമരത്തിൽ ഇതിന്റെ മൗലികമായ കാരണക്കാരായ BJPക്കാർക്ക് കയറി വന്ന് പിണറായി വിജയൻ ഗവൺമെന്റിനെ ചീത്ത പറഞ്ഞിട്ട് പോകാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ രാഷ്ട്രീയ വ്യക്തതയില്ലായ്മയാണ്. അല്ലെങ്കിൽ നിങ്ങൾ BJPയോട് ലൂസായ സമീപനം സ്വീകരിക്കുന്നു. 2 തവണ സുരേഷ് ഗോപിക്ക് വരാൻ ആത്മവിശ്വാസമുണ്ടായി. അയാളുടെ സർക്കാർ ഉണ്ടാക്കിയ ഒരു കെടുതിയാണിത്. എന്നിട്ട് അയാൾക്ക് 2 തവണ വരാൻ ആത്മവിശ്വാസം ഉണ്ടാക്കും വിധത്തിലാണ് നിങ്ങളുടെ രാഷ്ട്രീയ പദ്ധതി, കാഴ്ചപ്പാട് എന്ന പ്രശ്നമുണ്ട്. ഞാനതിന്റെ മറുപടിയിലേക്ക് വരാം. അരുൺകുമാറിനോടൊപ്പം ചേരുന്നു അഡ്വക്കേറ്റ് അരുൺകുമാർ, CPIM. അരുൺകുമാർ, LDF CITU തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ ഡിമാൻഡ്സ്. ഞങ്ങളുടെ വേതനം കൂട്ടണം, ഓണറേറിയം കൂട്ടണം, പെൻഷൻ വേണം, വിരമിക്കൽ ആനുകൂല്യം വേണമെന്നത് CITU തന്നെ പല സമരങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ള ആവശ്യമാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരത്തിൽ CPIMന്റെയോ CITUവിന്റെയോ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിൻ്റെ കാര്യത്തിൽ വിഘടിച്ച് നിൽക്കേണ്ട ഒരു നില ഇതിലില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതിനെ എതിർക്കുകയാണ്. ആ വൈരുദ്ധ്യം വിശദീകരിക്കാമോ അരുൺകുമാർ? ഇത് ഒരു സെൻട്രൽ സ്കീമാണ്. ഇപ്പോൾ അശ്വമേധം, ഇന്ദ്രധനുഷ്, പൾസ് പോളിസിയോ, TB നിർമ്മാണത്തിനുമെല്ലാം കേന്ദ്രത്തിൻ്റെ ഒരു സ്കീം. ആ സ്കീം പ്രകാരം ഇവരെ ജീവനക്കാരായിട്ട് അംഗീകരിച്ചിട്ടില്ല. 10 ലക്ഷം ആശാ വർക്കേഴ്സ് ഉണ്ട് ഈ രാജ്യത്ത്. അവരെ ജീവനക്കാരായി, തൊഴിലാളിയായിട്ട് ആദ്യം അംഗീകരിക്കണം. അതോടൊപ്പം അവർക്ക് കിട്ടേണ്ടത് ഏതെങ്കിലും തരത്തിൽ ഓണറേറിയോ ഇൻസെൻറ്റീവും അല്ല, മറ്റ് സാലറിയായി കിട്ടണം. തൊഴിലാളിയായി അംഗീകരിക്കപ്പെട്ടാൽ മാത്രമാണ് സാലറി കിട്ടുക. മറ്റ് സ്കീമുകൾ, ക്ഷേമ പദ്ധതികളിൽ പെടുത്താൻ കഴിയൂ. അവർക്ക് പെൻഷൻ ആനുകൂല്യം കിട്ടാൻ കഴിയൂ. റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയൂ. അതുകൊണ്ട് രാജ്യത്തെ 10 ലക്ഷം ആശാ വർക്കേഴ്സിനെയും തൊഴിലാളിയായിട്ട് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുകയാണ്. ഏറ്റവും അവസാനം ഞങ്ങൾ ഡൽഹിയിൽ സമരം നടത്തിയത് നവംബർ മാസം 29-നാണ് 2024. ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള നിവേദനം കൊടുത്തുകൊണ്ടാണ് ആ സമരം മുന്നോട്ട് പോയത്. ആ നിവേദനത്തിലെല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടത് 26,000 രൂപ അവർക്ക് സാലറി കിട്ടാൻ പാകത്തിന് ജീവനക്കാരായിട്ട് അംഗീകരിച്ച് മുന്നോട്ട് പോകണം എന്നതാണ്. അങ്ങനെ കേന്ദ്ര സ്കീമാണെങ്കിലും സംസ്ഥാനത്ത് കൊടുക്കാൻ കഴിയുക ഓണറേറിയമാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 1000 രൂപയായിരുന്നു ഓണറേറിയം. അത് 7000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ഫിക്സഡ് ഇൻസെൻറ്റീവും അതുപോലെ ജനറൽ ഇൻസെൻറ്റീവും രണ്ടും കൂടി, ഫിക്സഡ് ഇൻസെൻറ്റീവ് 3000, ജനറൽ ഇൻസെൻറ്റീവ് 3000, 200 രൂപ ഫോൺ ചാർജ്, അങ്ങനെ 13,200 രൂപ ഓരോ ആശാ വർക്കേഴ്സിനും കിട്ടുന്നു. ഇതിൽ കൂടുതൽ കിട്ടുന്നവരുമുണ്ട്. കാരണം ഓരോ വാർഡിന്റെ സ്ഥിതി അനുസരിച്ച് ഗർഭിണികളുടെ എണ്ണം, കുട്ടികളുടെ എണ്ണം വെച്ച് അവർ ചെയ്യുന്ന ജനറൽ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഇൻസെൻറ്റീവ് കിട്ടുന്നവരുമുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഇവർക്ക് ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ നേരിടാൻ മൊത്തത്തിൽ അവരുടെ ഈ ആനുകൂല്യങ്ങളിൽ വർധനവുണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, CITU അടക്കം ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് ഇറങ്ങിയത്. മറ്റു അവരുടേതായിട്ടുള്ള ദൈനംദിന പ്രശ്നങ്ങളും ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായി കുടിശ്ശികയുള്ള പണം, അതും ഞങ്ങളുടെ മുദ്രാവാക്യത്തിന്റെ ഭാഗമായിട്ടുണ്ടായി. 6ഉം 7ഉം നടത്തിയ ഉപരോധ സമരം, രാത്രികാലങ്ങളിൽ അടക്കം നടന്ന സമരത്തിന്റെ ഭാഗമായി ഒത്തുതീർപ്പ് വ്യവസ്ഥ ചർച്ചയുണ്ടായി. ആ ചർച്ചയുടെ ഭാഗമായി ഒരു കമ്മിറ്റിയെ വെച്ചു. 2 ആഴ്ച ആ കമ്മിറ്റി പഠനം നടത്തി കുടിശ്ശികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു കാര്യങ്ങളിലും അടിയന്തരമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ചില മാനദണ്ഡങ്ങൾ, ആ ഉപാധികൾ വെച്ചുകൊണ്ടുള്ള കാര്യം, 10 ഉപാധിയിൽ നിന്ന് ആ ഉപാധി വെട്ടിക്കുറയ്ക്കുന്ന കാര്യം ചർച്ച ചെയ്തു. അപ്പോൾ അതിൽ 7-ാം തീയതിയുള്ള മിനിറ്റ്സിന്റെ കോപ്പിയിൽ തന്നെ പ്രസ്തുത കമ്മിറ്റി പഠനം നടത്തി ഉപാധിരഹിത ഓണറേറിയം സംബന്ധിച്ച തീരുമാനത്തിനായി 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ തീരുമാനിച്ചു.